ഹലോ മക്കളെ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്നെൻ്റെ ക്ലാസ് ഇന്ത്യൻ എക്കോണമിയിലെ ഒരു പോർഷനാണ്. ഒരു ജനറൽ ക്ലാസ് എന്ന് വേണമെങ്കിൽ പറയാം. അത് ഡിഗ്രിക്കുണ്ട്, പി ജിക്ക് ഉപയോഗിക്കാം, +2-ന് ഉപയോഗിക്കാം. ഇതിലെല്ലാം ഉപരി PSC എക്സാംകാർക്ക് വളരെ പ്രയോജനപ്പെടുന്ന ഒരു പോർഷനാണ് ന്യൂ എക്കണോമിക് റിഫോംസ് അല്ലെങ്കിൽ ന്യൂ എക്കണോമിക് പോളിസീസ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ 1990s അല്ലെ 1990 കഴിഞ്ഞ് ഇങ്ങോട്ട് വരുന്ന സമയങ്ങളിൽ ഒരുപാട് സെക്ടേഴ്സിൽ ഒരു റാപ്പിഡ് എക്കണോമിക് ഡെവലപ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ അന്നത്തെ പ്രൈം മിനിസ്റ്റർ, അതായത് നരസിംഹറാവു ശ്രമിച്ചു. അതിൻ്റെ ഫലമാണ് എന്ന് പറഞ്ഞാൽ എ സ്ട്രാറ്റജിക് ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ഫിസ്ക്കൽ, ഇൻഫ്രാസ്ട്രക്ചർ, ക്യാപിറ്റൽ മാർക്കറ്റ്, മണി മാർക്കറ്റ്, ട്രേഡ്, ഇൻഡസ്ട്രി, ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ആൻഡ് ദസ് റെഡ്യൂസിങ് ഫിസ്ക്കൽ ഡെഫിസിറ്റ്. അതായത് നമ്മുടെ ഫിസ്ക്കൽ പോളിസി ധനനയത്തിൽ, അതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ, ഫിസിക്കൽ ആൻഡ് സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെൻറ്റ്, ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ ഡെവലപ്മെൻറ്റ്, അതുപോലെ മണി മാർക്കറ്റിൻ്റെ ഡെവലപ്മെൻറ്റ്, അതുപോലെ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ്, ട്രേഡ് ഡെവലപ്മെൻറ്റ്, അതിനെല്ലാം സ്പെഷ്യൽ പോളിസീസ്. ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ഇന്ത്യയിലാണെങ്കിൽ എപ്പോഴും സ്പെൻഡിങ് കൂടുതലും റവന്യൂ കുറവുമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് എന്ന് പറയുന്നത് എപ്പോഴും നെഗറ്റീവാണ്, ഡെഫിസിറ്റ് ആണെന്ന് പറയാം. അത് കറക്റ്റ് ചെയ്യുക. ഇതിലെല്ലാം ഉപരി റെഡ്യൂസിങ് ഫിസ്ക്കൽ ഡെഫിസിറ്റ്. ഓരോ വർഷവും നമ്മുടെ ഫിസ്ക്കൽ ഡെഫിസിറ്റ്, അതായത് കമ്മി ധനകാര്യമാണ് നമ്മുടേത്. സ്പെൻഡിങ് കൂടുകയും അതുപോലെ തന്നെ നമുക്ക് ഇൻകം കുറയുകയും അല്ലെങ്കിൽ റവന്യൂ കുറയുകയും ചെയ്യുന്നൊരവസ്ഥയാണ്. ഇതൊക്കെ മാറ്റിയെടുക്കാൻ ഒരു റവല്യൂഷണറി മൂവ്മെൻറ്റ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ PV നരസിംഹറാവു, ദ ഫോർമർ പ്രൈം മിനിസ്റ്റർ, ആൻഡ് ഹിസ് അസോസിയേറ്റ് മൻമോഹൻ സിംഗ്. ഇവർ രണ്ടും കൂടെ ചേർന്ന്, മൻമോഹൻ സിംഗ് പിന്നീട് ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കൊണ്ടുവന്ന ഒരു റാപ്പിഡ് എക്കണോമിക് ഡെവലപ്മെൻറ്റ് പോളിസി ഈസ് കോൾഡ് ന്യൂ എക്കണോമിക് റിഫോം, ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ 1991 ജൂലൈ. അതുകൂടെ ഒന്ന് ഓർത്തോണം, 1991 ജൂലൈയിലാണ് ഈ റിഫോംസ് ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നത്. ഇതിന് മുമ്പ് രാജീവ് ഗാന്ധി പ്രൈം മിനിസ്റ്റർ ആയിരുന്നപ്പോൾ ഇതിൻ്റെ ചില സ്റ്റെപ്പുകളൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നീട് എന്നാൽ ഇത് ന്യൂ എക്കണോമിക് പോളിസി അല്ലെങ്കിൽ ന്യൂ എക്കണോമിക് റിഫോംസ് എന്നും പറഞ്ഞുകൊണ്ട് കൊണ്ടുവന്ന PV നരസിംഹറാവു ആണ്. അതിനുശേഷം AB വാജ്പേയി വന്നപ്പോൾ പുള്ളി ഇതിനെ പ്രൊമോട്ട് ചെയ്തു. പിന്നീട് വന്ന മൻമോഹൻ സിംഗ് പ്രൊമോട്ട് ചെയ്തു. അങ്ങനെ ഇന്ത്യയിൽ ഓൾ ഇന്ത്യ ലെവലിൽ ഒരു ഗ്ലോബൽ ഡെവലപ്മെൻറ്റ്, ഒരു ഗ്ലോബൽ അച്ചീവ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ഗ്രോത്ത് റേറ്റ് റേസ് ചെയ്യാൻ കൊണ്ടുവന്ന ന്യൂ പോളിസിയാണ് ന്യൂ എക്കണോമിക് പോളിസി എന്ന് പറയുന്നത്. അപ്പോൾ ആ പോളിസി എവിടെല്ലാമാണെന്നാണ് ഞാൻ ആദ്യം പറഞ്ഞു. ഇനിയും ദിസ് പോളിസി ഈസ് ഡിവൈഡഡ് ഇൻടു 3 കാറ്റഗറീസ്. 3 കാറ്റഗറി ആയിട്ട് ഇതിനെ തിരിച്ചിട്ടുണ്ട്. ഒന്ന് ലിബറലൈസേഷൻ, അതായത് എന്താ പറയുന്നത്, അതിനൊരു മലയാളം പറയുന്നത് ഉദാരവൽക്കരണം, അങ്ങനെ പറയാം, ഉദാരവൽക്കരണം. അതുപോലെ തന്നെ പ്രൈവറ്റൈസേഷൻ എന്ന് പറയുമ്പോൾ സ്വകാര്യവൽക്കരണം. അതുപോലെ തന്നെ ഗ്ലോബലൈസേഷൻ എന്ന് പറയുമ്പോൾ ആഗോളവൽക്കരണം. ഇങ്ങനെ 3 വൽക്കരണങ്ങളാണ് ഇതിൻ്റെ അകത്തിൽ ഉള്ളത്: ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ. ആദ്യം നമുക്ക് നോക്കാം എന്താ ലിബറലൈസേഷൻ എന്ന് പറഞ്ഞാൽ റിമൂവിങ് ഓൾ റെസ്ട്രിക്ഷൻസ്, ലൈസൻസിങ് എക്സെട്ര. നേരത്തെ ഉണ്ടായിരുന്ന കഠിനമായ ഗവൺമെൻറ്റിൻ്റെ കടുപ്പമായിട്ടുള്ള ചില ലൈസൻസിങ് പോളിസിയും പല റെസ്ട്രിക്ഷൻസും ഒക്കെ ഉണ്ടായിരുന്നു. ആ നിയന്ത്രണങ്ങളിൽ ഇതെല്ലാം മോചിതമായിട്ട് ഫ്രീഡം കൊടുക്കുക. അതായത് ഫേംസിന്, ഇൻഡസ്ട്രിക്ക്, അല്ലെ ഏത് ഇൻവെസ്റ്റ്മെൻറ്റിനും അല്ലെ ഇൻവെസ്റ്റേഴ്സിനും ഫ്രീഡം കൊടുക്കുന്ന ഒരു പരിപാടിയാണ് ഉദാരവൽക്കരണം എന്ന് പറയുക. ഉദാരവൽക്കരണം ഓർത്തിരുന്നോണം. അതാണ് അപ്പോൾ ലൈസൻസിങ് ആയാലും അതുപോലെ തന്നെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഗവൺമെൻറ്റിൻ്റെ നടപടികളെല്ലാം റിമൂവ് ചെയ്യുക. ദാറ്റ് ഈസ് ലിബറലൈസേഷൻ. ഇറ്റ് ഇൻക്ലൂഡ്സ് സർട്ടൺ ഫീച്ചേഴ്സിന്. ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. ഇത് മാത്രമായിട്ടൊക്കെ ചോദിക്കാം, ഓരോന്ന് മാത്രമായിട്ട് ചോദിക്കാം, ഒന്നിച്ച് എസ്സേ ടൈപ്പ് ചോദിക്കാം. എന്തൊക്കെയാണ് അതിൻ്റെ അകത്തിലെ ഫീച്ചേഴ്സ്? നമ്പർ 1, അബോളിഷൻ ഓഫ് ലൈസൻസ്. ഞാനിപ്പോൾ പറഞ്ഞു, പല ലൈസൻസിങ്ങും അബോളിഷ് ചെയ്യുക. അതുപോലെ ഫ്രീഡം ഇൻ ഫിക്സിംഗ് പ്രൈസസ്, അതായത് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സ് ആൻഡ് സർവീസസിന് പ്രൊഡ്യൂസേഴ്സിന് തന്നെ പ്രൈസ് ഫിക്സ് ചെയ്യാനുള്ള ഒരു അവകാശം. ഇത് ബോർഡിൽ ചിലപ്പോൾ ഒരു പക്ഷേ ചെറുതായിട്ടാണെങ്കിലും ഞാൻ പറയുന്ന കേട്ടാൽ മതി, വ്യക്തമായിട്ട് മനസ്സിലാവും. അപ്പോൾ ഫ്രീഡം ഇൻ ഫിക്സിംഗ് പ്രൈസിങ്. അതുപോലെ ലിബറലൈസേഷൻ ഇൻ ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് ആക്ടിവിറ്റീസിലെല്ലാം ലിബറലൈസേഷൻ ഏർപ്പെടുത്തുന്നു. അതുപോലെ നോ റെസ്ട്രിക്ഷൻ ഓൺ ബിസിനസ് ആക്ടിവിറ്റീസ്, ഏത് ബിസിനസ് ആക്ടിവിറ്റീസും നടത്താം, നോ റെസ്ട്രിക്ഷൻ. അതുപോലെ തന്നെ ഈസി പ്രൊസീജിയേഴ്സ് ടു അട്രാക്റ്റ് ഫോറിൻ ക്യാപിറ്റൽ. നമുക്ക് ഏറ്റവും അത്യാവശ്യം നമ്മുടെ ഇന്ത്യൻ ക്യാപിറ്റൽ കൊണ്ട് മാത്രം നമുക്ക് ഡെവലപ്മെൻറ്റ് ഒക്കത്തില്ല. അപ്പോൾ നമുക്ക് ഫോറിൻ ക്യാപിറ്റലിനെ വെൽക്കം ചെയ്യണം, അതിനെ അട്രാക്റ്റ് ചെയ്യണം. അങ്ങനെ അതിനെ നമ്മൾ FDI എന്നൊക്കെ പറയും, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്നൊക്കെ പറയും, പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റ്, അങ്ങനെ ഒത്തിരി കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ആ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് വേണം. അപ്പോൾ അതിനെ അട്രാക്റ്റ്
അട്രാക്റ്റ് ചെയ്യത്തക്ക രീതിയിൽ വളരെ ഈസി ആയിട്ടുള്ള പ്രൊസീജിയർ ഏർപ്പെടുത്തുക. അതുപോലെ ഫ്രീ മൂവ്മെൻറ്റ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഫ്രീ മൂവ്മെൻറ്റ്. അതുപോലെ മാർക്കറ്റ് ഓറിയൻറ്റഡ് എക്കോണമി, അതാണ് ഏറ്റവും പ്രധാനമായിട്ട് മാർക്കറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു എക്കോണമി ഫോം ചെയ്യുന്നു. അതുപോലെ ചേഞ്ച് ഇൻ MRTP ആക്ട്. MRTP എന്ന് പറഞ്ഞാൽ മൊണോപ്പൊളീസ് ആൻഡ് റെസ്ട്രിക്റ്റീവ് ട്രേഡ് പ്രാക്ടീസസ് ആക്ട് എന്ന് പറയും. അതായത് കുറച്ച് പേരിൽ മാത്രമുള്ള പ്രൊഡക്ഷന്, ഡിസ്ട്രിബ്യൂഷന് അല്ലെങ്കിൽ എക്കോണമി അവരിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാതിരിക്കുക, കുറയ്ക്കുക, കുത്തകക്കാരുടെ എണ്ണം കുറയ്ക്കുക. അതുപോലെ പ്രൊവൈഡിങ് മോർ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്, ഇതൊക്കെയാണ് അതിൻ്റെ അകത്തിൽ പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത് പ്രൈവറ്റൈസേഷനാണ് എന്ന് പറഞ്ഞാൽ ഗിവിംഗ് ഗ്രേറ്റർ റോൾ ടു പ്രൈവറ്റ് സെക്ടർ ആൻഡ് റെഡ്യൂസിങ് ദ റോൾ ഓഫ് പബ്ലിക് സെക്ടർ. പബ്ലിക് സെക്ടറിൻ്റെ റോള് കുറച്ചിട്ട് പ്രൈവറ്റ് സെക്ടറിന് കൂടുതൽ റോള് കൊടുക്കുക എന്നുള്ളതാണ് പ്രൈവറ്റൈസേഷൻ. ദാറ്റ് മീൻസ് ട്രാൻസ്ഫർ ദ ഓണർഷിപ്പ് ആൻഡ് മാനേജ്മെൻറ്റ് ഫ്രം പബ്ലിക് സെക്ടർ ടു പ്രൈവറ്റ് സെക്ടർ. അതായത് പബ്ലിക് സെക്ടറിൽ ഉണ്ടായിരുന്ന ഓണർഷിപ്പ്, മാനേജ്മെൻറ്റ് ഒക്കെ തന്നെ പ്രൈവറ്റ് സെക്ടറിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്ന രീതിയാണ്. ഇതിനും ധാരാളമായിട്ടുള്ള ഫീച്ചേഴ്സ് ഉണ്ട്. ഒന്ന്, ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഓഹരി വിറ്റഴിക്കൽ. ഒരു മേജർ ഷെയറും പ്രൈവറ്റ് വ്യക്തികൾക്ക് കൊടുക്കുക. ഈ പറയുന്ന ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്ന പോളിസി AB വാജ്പേയി പ്രധാനമന്ത്രി ആയിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിൽ അതിന് തന്നെ ഒരു മന്ത്രി ഉണ്ടായിരുന്നു, അതായത് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് മിനിസ്റ്റർ എന്ന് പറയും. അയാളുടെ പേര് അരുൺ ഷൂറി. ഈ സമയത്ത് അതുകൊണ്ട് ഓർത്തേക്കണം. അപ്പോൾ അയാൾ കൊണ്ടുവന്ന ഒരു പരിപാടിയാണ് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ്. അതുപോലെ തന്നെ സെറ്റിംഗ് അപ്പ് ഓഫ് ബോർഡ് ഓഫ് ഇൻഡസ്ട്രിയൽ ആൻഡ് ഫൈനാൻഷ്യൽ റീകൺസ്ട്രക്ഷൻ. ഇൻഡസ്ട്രിയൽ ആൻഡ് ഫൈനാൻഷ്യൽ റീകൺസ്ട്രക്ഷൻ നടത്താനുള്ള ഒരു ബോർഡ് രൂപീകരിച്ച് അതിനെ നമ്മൾ BIFR എന്ന് പറയും. പിന്നെ അതുപോലെ തന്നെ സിക്ക് ഇൻഡസ്ട്രീസ് ദാറ്റ് ഈസ് ട്രാൻസ്ഫോംഡ് ടു പ്രൈവറ്റ് സെക്ടർ. അതായത് പബ്ലിക് സെക്ടറിൽ ഉണ്ടായിരുന്ന ഒരുപാട് സിക്ക് ഇൻഡസ്ട്രീസ്, അതായത് ഓട്ടമില്ലാതെ കിടക്കുന്ന അല്ലെങ്കിൽ ഫങ്ഷൻ ചെയ്യാതെ കിടക്കുന്ന പല ഇൻഡസ്ട്രികൾ, സിക്ക് യൂണിറ്റുകളൊക്കെ തന്നെ ആ സിക്ക് ഇൻഡസ്ട്രികളൊക്കെ തന്നെ പ്രൈവറ്റ് സെക്ടറിലേക്ക് മാറ്റി കൊടുത്തു. അതുപോലെ ഇമ്പ്രൂവ്മെൻറ്റ് ഇൻ GDP. കാരണം പിന്നെ പ്രൈവറ്റ് സെക്ടർ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി GDP റൈസസ്, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ കൂടും. അതുപോലെ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി അവിടെയും കൂടും. അതുപോലെ ഇൻഫ്രാസ്ട്രക്ചറൽ ഗ്രോത്ത്, പ്രൈവറ്റൂടെ വന്നു കഴിയുമ്പോൾ ഗ്രോത്ത് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ. പിന്നെ റിഡക്ഷൻ ഇൻ റീജിയണൽ ഡിസ്പാരിറ്റി. ദാറ്റ് മീൻസ് എനി ഇൻഡസ്ട്രി ക്യാൻ ബി എസ്റ്റാബ്ലിഷ്ഡ് അറ്റ് എനി പാർട്ട് ഓഫ് അവർ കൺട്രി. നമ്മുടെ രാജ്യത്തിൻ്റെ ഏത് ഭാഗത്ത് വേണമെങ്കിലും ഏത് ഇൻഡസ്ട്രിയും സ്റ്റാർട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ റീജിയണലായിട്ടുള്ള ഡിസ്പാരിറ്റി, അസമത്വങ്ങളൊന്നും ഇല്ല. അതുപോലെ തന്നെ പ്രൊമോട്ടിംഗ് നവരത്നാസ്, അതായത് ഇന്ത്യയിൽ ഏറ്റവും പ്രമുഖമായിട്ടുള്ള കുറേ കമ്പനികളുണ്ട്, പ്രൈവറ്റ് സെക്ടർ കമ്പനി, പ്രൈവറ്റ് അല്ല പബ്ലിക്. അപ്പോൾ ആ കമ്പനികളൊക്കെ തന്നെ ആ നവരത്നാസിനെ പ്രൊമോട്ട് ചെയ്യുന്ന ധാരാളം, അതായത് ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലുള്ള എന്നാൽ പ്രൈവറ്റ് ഓപ്പറേഷനും ഒക്കെ നടത്തുന്ന ധാരാളം നവരത്ന കമ്പനികൾ നമുക്കുണ്ടായിരുന്നു. അതിനെയൊക്കെ പ്രൊമോട്ട് ചെയ്യുക. അത് 3-4 ഞാൻ എഴുതിയിട്ടുണ്ട്. BHEL എന്ന് പറഞ്ഞാൽ ഭാരത് ഹെവി ഇലക്ട്രിക്കൽ ലിമിറ്റഡ്. അതുപോലെ BPCL, ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്. GAIL, അതായത് ഗ്യാസ് അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ്. IOC, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്. SAIL, സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ്. ONGC, ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കമ്മീഷൻ എന്നൊക്കെ പറയും. ഇങ്ങനെ ധാരാളം നവരത്ന. അതുപോലെ മിനി രത്ന എന്ന് പറഞ്ഞാൽ അതിൻ്റെ തൊട്ട് താഴെയുള്ള മറ്റ് ഇൻഡസ്ട്രീസ്, ഇതിനെയൊക്കെ തന്നെ പ്രൊമോട്ട് ചെയ്യുകയായിരുന്നു ഇതിലൂടെ ചെയ്തത്. ഇനി നമ്പർ 3 എന്താ? ഗ്ലോബലൈസേഷനാണ്. ഗ്ലോബലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രേറ്റിംഗ് ദി എക്കോണമി വിത്ത് വേൾഡ് എക്കോണമി. നമ്മുടെ എക്കോണമിയെ ലോകരാജ്യങ്ങളുമായിട്ടെല്ലാം ഒന്നിച്ച് ചേർക്കുക. ദാറ്റ് മീൻസ് എസ്റ്റാബ്ലിഷിംഗ് എ ഗ്ലോബൽ വില്ലേജ് സിസ്റ്റം. അതായത് ലോകം മൊത്തം ഒന്നാക്കി ഒരു വില്ലേജിൻ്റെ രീതി കാണുന്നതിനെയാണ് എന്താ പറയുന്നത്? ഗ്ലോബലൈസേഷൻ. അപ്പോൾ ഈസി മൂവ്മെൻറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ കാര്യങ്ങളിലും ഉണ്ടാകുന്ന ഒരു സിസ്റ്റമാണ് ഗ്ലോബലൈസേഷൻ. ഇൻ്റഗ്രേറ്റിംഗ് ദി എക്കോണമി ടു വേൾഡ് എക്കോണമി, ദാറ്റ് ഈസ് ഗ്ലോബൽ വില്ലേജ് എന്ന് പറയാം. ഒരു സിംഗിൾ വില്ലേജ് ആയിട്ട് ഈ ലോകത്തെ മൊത്തം കാണുന്ന ആ എസ്റ്റാബ്ലിഷ്മെൻറ്റിനെയാണ് നമ്മൾ എന്താ പറയുന്നത്? ഗ്ലോബലൈസേഷൻ. ഇനി ഇതിനുകൊണ്ട് കുറച്ച് ഫീച്ചേഴ്സ് എന്താ? ഫ്രീ ഫ്ലോ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്, ഒരു റെസ്ട്രിക്ഷനുമില്ല. ഫ്രീ ഫ്ലോ ഓഫ് ക്യാപിറ്റൽ, അതുപോലെ ഫ്രീ ഫ്ലോ ഓഫ് ടെക്നോളജി, ഫ്രീ ഫ്ലോ ഓഫ് ലേബർ ഫോഴ്സ്, ഇതൊക്കെ ഫ്രീ ഫ്ലോ. അതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. പിന്നെ ഇമ്പോർട്ട് ലിബറലൈസേഷൻ, അതായത് ഇമ്പോർട്ടിനെ ലിബറലൈസ് ചെയ്തു. അതുപോലെ തന്നെ പിന്നെ മറ്റൊരു കാര്യം ഫെമ ഇൻസ്റ്റെഡ് ഓഫ് ഫെറ. നേരത്തെ ആണെങ്കിൽ നമുക്ക് ഈ ഫോറിൻ എക്സ്ചേഞ്ച് ആക്ടിവിറ്റി, എക്സ്പോർട്ട് ഇമ്പോർട്ട് കാര്യങ്ങളൊക്കെ കണക്കാക്കാൻ ഒരു പ്രത്യേക ഒരു ഫോം, ഒരു പിന്നെ എന്താ പറയുന്നത്, ഒരു ഓർഗനൈസേഷൻ ഉണ്ടായിരുന്നു. അതാണ് ഫെറ എന്ന് പറയും, FERA എന്ന് പറയും. അതായത് ഫോറിൻ എക്സ്ചേഞ്ച് റെഗുലേഷൻ ആക്ട് എന്ന് പറയും. എന്നാൽ അതിലെ 6 അങ്ങ് മാറ്റി റെഗുലേഷൻ അങ്ങ് മാറ്റിയിട്ട് ഇപ്പോൾ അവിടെ മാനേജ്മെൻ്റ് ആക്കി. അങ്ങനെ പുതിയ ഒരു ഫോമാണ് ഏതാ? FEMA, ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെൻറ്റ് ആക്ട്. അങ്ങനെ അത് വന്നു. അതുപോലെ തന്നെ റിഫോം ടാരിഫ് സ്ട്രക്ചർ, കംപ്ലീറ്റ് ടാരിഫ്
സ്ട്രക്ചർ റിഫോംസ്, അതായത് എക്സ്പോർട്ട് ഇമ്പോർട്ടിൽ ടാരിഫിൽ റിഫോംസ് ഏർപ്പെടുത്തുന്നു. പിന്നെ അബോളിഷൻ ഓഫ് എക്സ്പോർട്ട് ഡ്യൂട്ടിയൊക്കെ അബോളിഷ് ചെയ്യുന്നു. അതുപോലെ തന്നെ റിഡക്ഷൻ ഇൻ ഇമ്പോർട്ട് ഡ്യൂട്ടി അതുപോലെ റെഡ്യൂസ് ചെയ്യുന്നു. പിന്നെ പ്രൊവൈഡിങ് എംപ്ലോയ്മെൻറ്റ്. സോ ഫോർ റേസിങ് എ ടോട്ടൽ GDP, ദെൻ ഇൻകം അല്ലെങ്കിൽ റവന്യൂ ആൻഡ് ഓൾസോ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് എ ഗ്രാൻഡ് ഓർ എ മാക്രോ എക്കണോമിക് ഡെവലപ്മെൻറ്റ് ദാറ്റ് ഈസ് ടു ബി അച്ചീവിങ് ത്രൂ ദിസ് ന്യൂ എക്കണോമിക് റിഫോംസ് ഫ്രം 1991 ഓൺവേഡ്സ്. അപ്പോൾ 1991 മുതൽ നമ്മുടെ ഇന്ത്യൻ എക്കോണമി കണ്ടുകൊണ്ടിരിക്കുന്ന വളരെ വിശാലമായിട്ടുള്ള വളരെ വളരെ ദീർഘകാലം ഒരു ലോങ് റണ്ണിലേക്കുള്ള വലിയ ഡെവലപ്മെൻറ്റ് സിസ്റ്റമാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനെ മൊത്തം കൂടെ പറയുന്നവരാണ് ന്യൂ എക്കണോമിക് റിഫോംസ്. ഇത് മൂന്നും ഒന്ന് ചേർത്ത് എസ്സയോ അതല്ലെങ്കിൽ ഓരോന്നായിട്ട് ഷോർട്ട് നോട്ടുകളും ഒക്കെ ചോദിക്കാം. ഓക്കെ.